കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ മുതൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് സപ്ലിമെന്ററി എക്സാം FIUGPയുടെ സപ്ലിമെന്ററി എക്സാം എന്നായിരിക്കും എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഒരുപാട് സംശയങ്ങളും. അതിൻ്റെ ഫീസ് എത്രയായിരിക്കും, അതിനോടൊപ്പം സപ്ലിമെന്ററി എക്സാം എത്ര വിഷയം എഴുതാം എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന സംശയങ്ങളിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം പല വിദ്യാർത്ഥികളും ഉന്നയിക്കുന്ന സംശയങ്ങളുണ്ട്. അപ്പോൾ അത് മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഉണ്ട് എന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പല വിദ്യാർത്ഥികളും ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം സപ്ലിമെൻ്ററി എക്സാം എപ്പോഴായിരിക്കുമെന്ന്. ഞാനിപ്പോഴും പറയുന്നു, കേരളത്തിലെ ഇപ്പോൾ 4 ഇയർ ഡിഗ്രിയാണ്. ഇപ്പോൾ വിദേശ ഡിഗ്രിയുടെ കാലമാണ് ഈ വർഷം മുതൽ. അപ്പോൾ കേരളത്തിൽ വിദേശത്തൊക്കെ സാധാരണ 4 ഇയർ ഡിഗ്രിയാണുള്ളത്. അത് ഇപ്പോൾ കേരളത്തിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലും ഈ വർഷം മുതൽ 4 ഇയർ ഡിഗ്രിയാണ്. എന്നാൽ 3rd ഇയർ ഡിഗ്രീനെ അപേക്ഷിച്ച് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ 4 ഇയർ ഡിഗ്രിക്ക് വന്നിട്ടുണ്ട്. അതിലൊരു മാറ്റമാണ് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ എന്നുള്ളത്. അതായത് കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റി ആയാലും FIUGPയുടെ 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ. അതായത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്താനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ ഓർഡർ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അത് കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി പരീക്ഷ 45 ദിവസത്തിനകം എന്തായാലും ഉണ്ടാകും. ഇനി പല വിദ്യാർത്ഥികളും ഉന്നയിക്കുന്ന ഒരു സംശയമാണ് സപ്ലിമെൻ്ററി പരീക്ഷയുടെ ഫീസ് എത്രയായിരിക്കും ഉള്ളതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ. ഒരു സബ്ജക്റ്റിന് ഏതാണ്ട് നിങ്ങൾ 500 രൂപ മുതൽ 560 രൂപ വരെയാണ് നിങ്ങൾ മുടക്കേണ്ടത്. 500 രൂപ മുതൽ 560 രൂപ വരെയാണ് ഒരു പേപ്പറിന് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഒരു പേപ്പറിന് നിങ്ങൾ 500 മുതൽ 560 രൂപ വരെയാണ് ഒരു വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ടതായ ഫീസ് എന്ന് ഓർത്തിരിക്കുക. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കേണ്ടത് FIUGPയുടെ റിസൾട്ട് വന്നപ്പോൾ മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയം, അപ്പോൾ എത്ര മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്, എങ്ങനെയാണ് ഞാൻ തോറ്റുപോയത്, എത്ര മാർക്കാണ് എനിക്ക് പാസ് മാർക്കിൽ നിന്ന് കുറവുള്ളത്, മാർക്ക് അവിടെ കാണിക്കുന്നില്ലല്ലോ എന്ന് പല വിദ്യാർത്ഥികളും ഉന്നയിച്ചൊരു സംശയമാണ്. ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റീനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് അധ്യാപകരെയോ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണിക്കുന്ന മുറയ്ക്ക് അവർക്ക് അവർക്ക് നിങ്ങളുടെ മാർക്ക് നിലവാരം അറിയിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്കൊരു ഇത്ര ഗ്രേഡാണ് കിട്ടുന്നതെങ്കിൽ ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്ക് വരെയായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കോളേജ് അധ്യാപകർക്കോ യൂണിവേഴ്സിറ്റിക്കോ നിങ്ങളെ അക്കാര്യത്തിൽ എത്ര മാർക്കിനാണ് നിങ്ങൾ ആ സബ്ജക്റ്റിൽ ഫെയിൽ ആയത്, ഇപ്പോൾ മാർക്ക് കാണിക്കുന്നില്ലെങ്കിൽ എത്ര മാർക്കിനാണ് നിങ്ങൾ ആ സബ്ജക്റ്റിൽ ഫെയിൽ ആയതെന്ന് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നിങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടിരുന്നു. അപ്പോൾ സപ്ലിമെൻ്ററി പരീക്ഷ എന്തായാലും 45 ദിവസത്തിനകം ഉണ്ടാകും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 4 ഇയർ ഡിഗ്രിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റമാണ് ഇത്, 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ എന്നുള്ളത്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരികയാണ് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.